നമസ്കാരം. വെഞ്ഞാറമൂട്ടെ കൂട്ടക്കൊലപാതകത്തിൻ്റെ തുടക്കം. അഫാൻ്റെ ഉമ്മാമ്മയുടെ വീട്, അഫാൻ്റെ പിതാവിൻ്റെ ഉമ്മ താമസിച്ച വീടിന് മുന്നിലാണ് നമ്മളുള്ളത്. ഇവിടെ 2 വീടുകളുണ്ട്. ഈ 2 വീടും ഈ ഉമ്മാമ്മയുടേതാണ്. പക്ഷേ ഈ പുതിയ വീട്ടിൽ മക്കൾ വരുമ്പോൾ മാത്രം, മക്കളുടെ നിർബന്ധത്തിന് വേണ്ടി മാത്രം താമസിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് പുറകിൽ കാണുന്ന ആ കുഞ്ഞു വീടിനോട് ആ ഉമ്മാമ്മയ്ക്കുണ്ടായിരുന്ന ഒരടുപ്പമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ആ ഉമ്മാമ്മ സ്ഥിരമായി നിൽക്കാറുണ്ട്. അവിടെ വെച്ചാണ് ഈ അഫാൻ ആ ഉമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തിയതെന്ന് തന്നെ പറയാം. അഫാൻ്റെ കൂട്ടക്കുരുതിക്ക് ഏറ്റവും തുടക്കം എന്ന് പറയുന്നത് ഇവിടെ വെച്ച് തന്നെയായിരുന്നു. ഈ 2 കാരണങ്ങളാണ് ഇപ്പോൾ ഈ ഒരു കൊലപാതകത്തിൻ്റെ ഭാഗമായിട്ട്, ഈ ഉമ്മയെ കൊലപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ട് അഫാൻ പറഞ്ഞിരിക്കുന്ന മൊഴികൾ. ഒന്ന്, തൻ്റെ കാമുകിയെ, തൻ്റെ പെൺസുഹൃത്തിനെ വിവാഹം കഴിച്ചു നൽകുന്നതിൽ ഈ ഉമ്മാമ്മ പ്രകടിപ്പിച്ച വിയോജിപ്പ്. രണ്ടാമത്തത്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായ തനിക്ക് ഉമ്മാമ്മയുടെ സ്വർണ്ണമാല നൽകിയില്ല എന്ന് പറയുന്നു. സ്വർണ്ണമാല നൽകാൻ തയ്യാറാകാത്തതിൻ്റെ പേരിലാണ് ഈ ഉമ്മയെ ഈ കൊച്ചുമകൻ കൊന്നത് എന്നതാണ് പുറത്തു വരുന്ന വിവരം. നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് ഈ മുത്തശ്ശിമാരുടെ ഒരു സ്നേഹം എന്നൊക്കെ പറയില്ലേ, അത് ഇവിടെയും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പലരും പറഞ്ഞിട്ട് നമുക്കറിയാൻ സാധിക്കുന്നത്. കാരണം പലപ്പോഴും അഫാൻ ഇവിടെ എത്തി തനിക്ക് പെട്രോൾ അടിക്കാൻ പൈസ വേണം, അല്ലെങ്കിൽ തനിക്ക് ഇങ്ങനെ സാധനം വാങ്ങാൻ പൈസ വേണം എന്നൊക്കെ പറയുമ്പോൾ ചെറിയ രീതിയിൽ ഒരു പൈസ കൊടുക്കുന്ന പതിവ് ഈ ഉമ്മാക്കുണ്ടായിരുന്നു. തൻ്റെ 11 മക്കളിൽ 11ാമത്തെ മകൻ്റെ മക്കളാണ് എന്ന പരിഗണന എപ്പോഴും ഈ അഫാനും അഫാൻ്റെ സഹോദരനുമൊക്കെ ഈ ഉമ്മ നൽകിയിരുന്നു. ആ സ്നേഹം തന്നെയാണ് ഇവിടെ ഇപ്പോൾ അഫാൻ മുതലെടുത്തത് എന്ന് പറയേണ്ടി വരും. അതിക്രൂരമായിട്ടുള്ള കൊലപാതകം തന്നെയാണ് ഇവിടെയും തുടങ്ങിയത്. അഫാൻ ഇവിടെ കൊലപാതകത്തിന് മുമ്പ് എത്തുന്ന CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഒരു ബാഗിൽ താൻ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആ ഉപകരണം ഉൾപ്പെടെ കൊണ്ടായിരുന്നു അഫാൻ ഇവിടെ എത്തിയതെന്നത് നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ ഉപകരണവുമായി എത്തിയ അഫാൻ ഇവിടെ വെച്ച് ആ ഉമ്മയുമായി സംസാരമുണ്ടാകുന്നു. കഴുത്തിൽ പിടിച്ചു വലിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അതിനുശേഷം ഈ ഉമ്മയെ ഇതുപയോഗിച്ച്, ഈ ആയുധം ഉപയോഗിച്ച് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച് തന്നെയാണ് കൊന്നിരിക്കുന്നത്. ഇതിനുശേഷം ഇവിടെ എത്തിയ ബന്ധുക്കളൊന്നും അറിഞ്ഞിരുന്നില്ല തൻ്റെ കൊച്ചുമകനാലാണ് ഈ ഉമ്മ മരണപ്പെട്ടത് എന്നത്. പ്രധാനമായിട്ടും ഇവിടെ എത്തിയവരോടൊക്കെ പറഞ്ഞത് 90 വയസ്സുള്ള ഒരു സ്ത്രീയാണ്, അവർക്ക് സ്വാഭാവികമായിട്ട് അസുഖങ്ങളുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ ആളുകൾ എത്തുന്നത്. അപ്പോഴാണ് ഇവിടെ നിറച്ച് പോലീസുണ്ട്. പിന്നീട് വാർത്തകൾ വരുന്നു. ഇതിനു ശേഷമാണ് ഇവിടെ നടന്നത് അരും കൊലയാണെന്നും തൻ്റെ പൊന്നോമനയുടെ കയ്യിൽ നിന്നാണ് ഈ കൊടും ക്രൂരത ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യങ്ങളും പുറത്തു വരുന്നത്. എന്തായാലും അഫാൻ്റെ ഈ ഒരു മനോഭാവത്തിന് പിന്നിലുള്ള കാരണങ്ങൾ എന്താണ് എന്നത് പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട് എങ്കിലും അഫാൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് പിന്നിലുള്ള കാരണം എന്താണെന്നത് ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുന്നുണ്ട്. എന്തായാലും അഫാൻ ഇന്നല്ലെങ്കിൽ നാളെ അത് വ്യക്തമാക്കും, അല്ലെങ്കിൽ പോലീസ് അത് കണ്ടെത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ മക്കൾ ഓരോരുത്തരും. കാരണം ഓരോ സമയവും ഉമ്മാക്ക് വേണ്ടി ചെലവിടുന്ന മക്കളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 11 മക്കളുണ്ട്. അതിലൊരു കുട്ടി മരണപ്പെട്ടു. 5 ആൺകുട്ടികളും 6 പെൺകുട്ടികളുമുള്ള ഈ ഉമ്മയെ ദിവസവും ഇവിടെ വന്ന് സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന മക്കളാണ്. എല്ലാ മാസവും ആ ഉമ്മയുടെ ചിലവിന് വേണ്ടി ഇവർ പൈസ കൊടുക്കുന്നുണ്ട്, സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട്. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ, ശാരീരികമായിട്ട് പോലും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ 90 വയസ്സിൽ ആ സ്ത്രീ ജീവിച്ചു പോരുമ്പോൾ ഒരു കാരണവുമില്ലാതെ, അല്ലെങ്കിൽ സഫാൻ്റെ ആ ഒരു സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആ ഉമ്മയെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ദയനീയം തന്നെയാണ് ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചകളും അതുപോലെ തന്നെ കേൾക്കുന്ന കാര്യങ്ങളുമൊക്കെ.